ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് ആരോഗ്യ സമ്പന്ന സമൃദ്ധി കൊണ്ട് നിറഞ്ഞ ഒരു ഫ്രൂട്ട് വെജിറ്റബിൾ എന്നൊക്കെ പറയാം. ഇത് വെച്ചിട്ടുള്ളൊരു വിഭവം തയ്യാറാക്കുന്ന റെസിപ്പി പറഞ്ഞു തരാനാണ്. ആദ്യമായി ഇതിനെക്കുറിച്ച് പറയാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കോവയ്ക്ക. ഈ കോവയ്ക്ക എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിലെ ഫ്രൂട്ട്, റൂട്ട്, അതുപോലെ തന്നെ ഈ ലീഫ് ഇതെല്ലാം മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും വൂൺസ് മുറിവുണക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ബാക്കി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. എങ്കിലും അറിഞ്ഞ് കേട്ടറിവും കണ്ടറിവും പഠിച്ച അറിവും അങ്ങനെയൊക്കെ വെച്ചിട്ട് പറയുകയാണേ. ഇത് നല്ല ഒരു ഗുണം കൊണ്ട് നിറഞ്ഞ ഫൈബർ കണ്ടൻറ്റും കാൽസ്യം, പൊട്ടാസ്യം എല്ലാം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറയാം. ഇത് നമുക്ക് ഏത് രീതിയിലാണെങ്കിലും മെഴുക്ക് പുരട്ടിയാണെങ്കിൽ എന്താ പറയുക, ഫ്രൈ ചെയ്തിട്ട്, പിന്നെ അതുപോലെ തന്നെ അവിയലിൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള റെസിപ്പീസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ഐറ്റം ഞാൻ പറയാം. ഇത് മെഴുക്ക് പുരട്ടിയാണ്. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇത് കനം കുറച്ചല്ല, ഒത്തിരി കനം കുറച്ചല്ല, എങ്കിലും അത്യാവശ്യം കനം കുറഞ്ഞായിരിക്കും. അതിൻ്റെ കൂടെ സവാള, 2 സവാള, ഇത് അത്യാവശ്യം ഇച്ചിരി ഒന്നര കോവയ്ക്ക ഉണ്ടായിരുന്നു. അതിനൊരു 2 സവാള, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേന് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന്, അമ്മ കുറച്ച് എണ്ണ ഒഴിക്കത്തുള്ളൂ, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേറെ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യണ്ട, എണ്ണയും ഒഴിച്ച് വഴട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കും. വഴണ്ട് വരുന്നിടം വരെ, നിങ്ങളുടെ ആവശ്യത്തിന് വഴണ്ട് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ കോവയ്ക്ക ഇഷ്ടമല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ട്രെങ്ത്, ഇമ്മ്യൂണിറ്റി, വൈറ്റമിൻ സിയും ഒക്കെ കൂടുതലാണ്. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് അതുകൂടെ ഒന്ന് പറയണേ. അപ്പോൾ അത്രയുള്ളൂ. താങ്ക് യു.